ആ വാടാ, ഇങ്ങോട്ട് വാടാ. എന്തുവാടാ? എടാ, അന്നൊരു ദിവസം ഒരുത്തന്നെ നിടി കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? എന്ന്? അന്ന് ഇറച്ചിക്കട വെച്ച് ഒരുത്തൻ വള്ളി ഉണ്ടാക്കിയിട്ട് എന്നെ ഇടിച്ചിട്ട് പോയില്ലേ? അവൻ എന്തുവായിരുന്നു? അവ ഏതോ ഒരു ഇതുള്ളതാണല്ലേ, എന്തുവായിരുന്നു? ബോക്സിംഗ്. ആ, അത് തന്നെ. അവൻ ബോക്സർ ആയിരുന്നില്ലേ? അപ്പൊ അവൻ ബോക്സർ ആണെങ്കിൽ എനിക്കും അതുപോലത്തെ ഒരു ഇത് പഠിക്കണം. എന്ത് ബോക്സിങ്ങോ? ഞാൻ ബോക്സിംഗ് പഠിക്കാനാ. ഇവിടെ പറ്റുന്ന പോലെ പണിക്കോടാ, അത് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതെന്തോടെ നീ അങ്ങനെ പറഞ്ഞേ? ചുമ്മാ ഇങ്ങനെ ആക്കത്തല്ലേ ഉള്ളൂ. ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ മാത്രമാണോ? തലയ്ക്ക് ഇടി കിട്ടും. അന്ന് നിനക്ക് വേണ്ടിയില്ലടാ ഞാൻ അവന്റെ ഇടി ഉണ്ടായി. അപ്പൊ എനിക്കും ഒരു ഇതുണ്ട്, നിനക്കൊപ്പം ഇരുതില്ലേ? അവന്റെ തലക്കല്ല് ഇടിച്ച് വരുത്തിയേ, എനിക്ക് അവന്റെ തലക്കാന് കൊടുക്കണോളാ. എങ്ങനെയാ ബോക്സിംഗ് ഒന്നും നമുക്കൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. എങ്ങനെയാ പോ? അതിപ്പോ ശരിയാണല്ലോ. നീ ഒരു ഐഡിയ പറ, ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ ബോക്സിങ്ങിന് ആദ്യമേ. എടാ, നമുക്ക് ബോക്സിംഗ് പഠിക്കാം. പക്ഷെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് പോയി കണ്ടാലേ. ഏത് സിനിമ? എടാ, അത് ബോക്സിംഗ് സിനിമ, അതല്ലേ കാണാമെന്ന് പറഞ്ഞു. ബോക്സിംഗ് സിനിമയാ? ഏതാ? മറ്റേ ഡേവിഡ് ആണോ? അത് ഞാൻ കണ്ടതാ. ആ സിനിമ അല്ലേടാ, ഇതിപ്പോ OTT ഇറങ്ങിയ സിനിമയാ. സിനിമയുടെ പേര് പറ. ആലപ്പുഴ ജിംഖാന. ഓ, ആലപ്പുഴ ജിംഖാനയാ? അതിപ്പോ തിയേറ്ററിൽ ഓടുന്നുണ്ടോ? വേറൊരു സ്ഥലത്ത് റിലീസ് ആയിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി കാണാം. തിയേറ്ററിൽ നിന്ന് പോയെ പിന്നെ നീ വേറെ അവിടെ പോയി കാണുന്ന കാര്യം പറയുന്നത്? എടാ, അതിവിടെ അടുത്തൊരു ഹോം തിയേറ്റർ ഉണ്ടോ, നമുക്ക് അവിടെ പോയി കാണാം. അവിടെ പോയി കാണുമ്പോൾ ഒറിജിനൽ തിയേറ്ററിൽ പോയി കാണുന്ന അതേ ഫീൽ കിട്ടും. ഹോം തിയേറ്റർ അത് കൊള്ളാൻ തോന്നില്ല. എന്നാ വാ, നമുക്ക് അവിടെ തന്നെ പോവാം. എനിക്കിപ്പോ എക്സൈറ്റിംഗ് ആയി. ബോക്സിംഗ് സിനിമയല്ലേ കാണുന്നത്, ഇൻസ്പിറേഷൻ ആവാം. വാ, എന്നാ ഇപ്പൊ തന്നെ പോവാം. നീ എന്തു വണ്ടി ഓടിക്കാൻ അറിയാം? എന്തോടെ സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവനാ വണ്ടി ഓടിക്കാൻ വരുന്നത് അല്ലേ? ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു, എക്സൈറ്റ്മെന്റ് ആയി. ഞാനിപ്പോ നല്ല എക്സൈറ്റ്മെന്റ് ആടാ. അപ്പൊ ആ പടം കണ്ട് ബോക്സിംഗ് കണ്ട് ഇൻസ്പിറേഷൻ ആവുന്നു, അവനെ ഇരിക്കുന്നു, ഇത്രേ ഉള്ളൂ. തിയേറ്ററിലോട്ട് എങ്ങനെയാ പോകുന്നത്? നേരെ പോ. നേരെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റോ ലെഫ്റ്റാ? ലെഫ്റ്റാ. നേരെ അങ്ങ് പോയാ മതി. എടാ, ഇവിടെ തന്നെയാണോ? ആ, ഇവിടുത്തെ റോഡ് ആ കാണുന്ന വീടാ. സൂക്ഷിച്ചോ, റോഡിന്റെ തവളൊക്കെ ഇരിക്കുന്നു. കാണോ ഈ വീടാ? ആ, ഇതാണോ ഹോം തിയേറ്റർ? എടാ, ഇതെന്തോടെ ഇങ്ങനെ കാര്യത്തിന് പിടിച്ചു വലിക്കുന്ന പോലെ? ഇത് വിന്റേജാ. ഓ, ഇതെന്തോടെ ഇവിടെ ആരുമില്ലേ? ഒരു ഡാർക്ക്. നീ ഗേറ്റ് തുറക്കടാ. ടിക്കറ്റ് കൗണ്ടർ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഓ, എന്താണ് ഇവിടെ അങ്ങ് ആരും ഇല്ലേ? ശരിയാണല്ലോ, പക്ഷെ കാർ ഇവിടെ ഉണ്ടല്ലോ. നോക്കട്ടെ, ഇതെന്തോ കാറിലൊന്നും എഴുതിയേക്കുന്നേ? ആക്ഷൻ. ഞാൻ ഇവിടെ ഉറപ്പായിട്ട് ആരും ഇല്ലെന്നാണോ തോന്നുന്നത് എനിക്ക്. ചുമ്മാ ഇവിടെ വല്ല പ്രശ്നമായില്ല. നീല ഇവിടെ വിളിച്ചോണ്ടോ? നോക്കട്ടെ. ഹലോ, ടിക്കറ്റ് എടുക്കുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. ഹലോ, ഹായ്. അല്ല, ഇത് ഹോം തിയേറ്റർ അല്ലേ ഇത്? ഹോം തിയേറ്ററാ? ആ, എന്തിനാ വന്നാ? അത് പിന്നെ ഞങ്ങള് സിനിമ കാണാൻ വന്നേ. ഏത് സിനിമയാ? ഏത് സിനിമയാടാ? ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന. ആലപ്പുഴ ജിംഖാന. ഓക്കെ. എത്ര പേരുണ്ട്? ഞങ്ങള് രണ്ടുപേരല്ലേ ഉള്ളു. 2 പേര്. ഓക്കെ. സൈഡ് വേണോ സെന്റർ വേണോ? സൈഡ് വേണോ സെന്റർ വേണോ? സെന്റർ മതി. സെന്റർ മതി. അതല്ല, ഏത് വേണം? അതാ പറഞ്ഞേ, സെന്റർ മതി. അതല്ല, ഏത് വേണം? എടാ, ഇയാൾ എന്തോടെ പറയുന്നേ? ഓ, ഏത് റോ ആയി? അതല്ലാടാ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. എന്നാ പിന്നെ അത് പറഞ്ഞുകൂടായിരുന്നു. നിങ്ങളുടെ ഇവിടെ റോ ഒക്കെ ഉണ്ടായിരുന്നില്ലയോ? എത്ര റോ ഉണ്ട്? 2 റോ ഉണ്ട്. ഏതാ വേണ്ടേ? പെട്ടെന്ന് പറ. 2 റോയാ? ഏതൊക്കെ? A ഉണ്ട്, B ഉണ്ട്. ഏത് വേണം? ഓ, എയും ബിയും. ബി എടുത്തോ. ബി അല്ലേ? ഓക്കെ. ശരി. ടിക്കറ്റ് വേണ്ട? ഓ, ടിക്കറ്റ് ഒക്കെ ഉണ്ടോ? ടിക്കറ്റ് ഒക്കെ ഉണ്ട്, അതെടുത്തോണ്ട് പോ. അതാ. അപ്പൊ എത്രയായി? 100. 100? ഒരാൾക്കപ്പൊ എത്ര? ഒരാൾക്ക് 50. നിങ്ങൾ 2 പേരും ഇല്ലേ? 2 പേർ കൂടെ 100. 50? എടാ, എന്റെ 50 കൊണ്ടോടാ. ഓക്കെ. കയറിക്കോ. ഇതുവഴിയല്ലേ പോന്നേ? അതായിരിക്കും അതാ. ടിക്കറ്റ് എടുക്കുന്ന ആളായിരിക്കില്ലേ? ഇയാളെന്തോടെ ഇങ്ങനെ ഇരിക്കുന്നേ? നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് കയറുന്നു, പക്ഷെ അയാൾ ഡോറെ പിടിച്ചോണ്ടല്ലോ നിൽക്കുന്നേ. ടിക്കറ്റ് എടുക്കുന്ന ആളാണോ? പിന്നല്ലാതെ, കണ്ടിട്ട് എന്തോ തോന്നുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ആള് തന്നെയാ. ആണല്ലേ? അപ്പൊ ഞങ്ങളുടെ 2 പേരുടെ ടിക്കറ്റ് ഉണ്ട്, അതിപ്പോ അങ്ങോട്ട് തരാനല്ലേ? ഞാൻ ഗണേഷ്. ടിക്കറ്റ് കീറായിരിക്കുന്ന ആളാ ഞാൻ.
നീ കയറാം. ഒരു മിനിറ്റ്. പാറ്റ പോലെ എല്ലാം പൂച്ചാൻ പാറ്റയൊന്നുമില്ലല്ലോ. ഹോട്ടലിയോ അകത്തോട്ട് കയറട്ടെ. ഒരു കാര്യം കൂടി, ഒരു വാർണിംഗ് വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കർശനമായിട്ട് പാലിക്കേണ്ടതാണ്. സ്ക്രീനിൽ കാണിക്കും, അത് അതുപോലെ ചെയ്യാം. കേറിക്കോളൂ. കൊള്ളാലോ, വെളി കണ്ട വീടാണോ? ഫാനാണോ? എനിക്ക് ആവി ഫീൽ ചെയ്യുന്നുണ്ടോ? തണുപ്പുണ്ടല്ലോ. തണുപ്പുണ്ടാ. ഹലോ, AC ഇല്ലല്ലോ ഇവിടെ. വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല തണുപ്പല്ലേ? കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി. 2 റോയല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ ഇരിക്കാം. സെൻട്രൽ സീറ്റ്. നീ അവിടെ ഇരുന്നല്ല? ഇരുന്ന്. സീറ്റ് കൊള്ളാം. തലകണൊക്കെ കൊണ്ടറാ. എനിക്കില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട്. ഈ സീറ്റ് കൊള്ളാട്ടോ, ചാരി കിടക്കാം. ഞാനായിരിക്കത്തുള്ളൂ. അയാളെന്തോ പറഞ്ഞു, എന്തോ വാർണിംഗ് വീഡിയോ വരുന്നുണ്ട്. ഇതില് പ്രശ്നമുണ്ടോ? നോക്കട്ടെ, വരുമെന്ന് തോന്നുന്നു. പോസ്റ്ററൊക്കെ ഇതാണോ അപ്പൊ പടം? ആലപ്പുഴ ജിങ്കാന. ഇതൊന്ന് കണ്ടിട്ടാണ് അവനെ നടിക്കാൻ. എന്തോടാ ലോഡിങ് ഒക്കെ? ഫോണാക്കുന്നുള്ളൂ. പോടാ. പ്രൊജക്ടർ ഓൺ ആക്കുന്നുള്ളായിരിക്കടാ. പോസ്റ്റർ പോയി. അത് പോയല്ലോ. പാട്ടൊക്കെ കിട്ടല്ലേ? ഇത് ഓരോരോ പാട്ട് കട്ട് ചെയ്ത് ശരിയല്ല കേട്ടോ. ഇവിടുത്തെ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ? ഇതാണോ ആ വാർണിംഗ് വീഡിയോ? എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും എന്നെ കണ്ടോണ്ടിരിക്കുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ നിങ്ങളുടെ ഹോം തിയേറ്ററില് കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ സിമ്പിളാണ്. നിങ്ങളെ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലൊക്കെ കുറച്ച് പാറ്റയും പല്ലിയൊക്കെ കാണും. മാത്രമല്ല എലിയും കൂടെ കാണും. അപ്പൊ എലി കടിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ തന്നെ സീറ്റിന്റെ അടിയിൽ നോക്കുക. കഴിവേറല്ലോ ഉണ്ടോ ഈ മെത്തയൊക്കെ? ഇയാൾ ഇതിന്റെ ഓണറാണ് ഇവിടുത്തെ, ഈ അമ്മാവൻ. അപ്പൊ നമ്മുടെ നാട്ടിലെ മഴയൊക്കെ ഉണ്ടായിട്ട് കറണ്ട് കാണും. എന്തോടാ ഇവിടെ ദുരന്തം വല്ലതും ഉണ്ടാവും കൂടെ ഇങ്ങനെ സംസാരം കേട്ടിട്ട്? അപ്പൊ കറണ്ട് ഉണ്ടായിട്ട് നമ്മുടെ തിയേറ്ററിൽ കറണ്ട് പോകും. തിയേറ്ററിൽ കറണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി പോകണമെങ്കിൽ നേരെ കാണുന്ന കഥ വഴി നിങ്ങൾ ചാടുക. പിന്നെ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ തിയേറ്ററിന്റെ കമ്പാർട്ട്മെന്റ് പോയിട്ട് നിങ്ങൾ പൈസ ചോദിച്ചാൽ റീഫണ്ട് ഇല്ല. കറണ്ടൊക്കെ വന്നു. കറണ്ട് പോയാടാ? കറണ്ട് പോയി. ആ ഫ്ലാഷ് ഓണാക്കി. ഒന്നും കാണുന്നില്ലടാ. എന്തുകൂടത്? ഹലോ ഹലോ. ജനറേറ്റർ അവിടെ. കറണ്ട് പോയി. പോയോ? എന്തോ സംഭവിക്കുന്നുണ്ട് കേട്ടാ. പോവാം. പോവാ. അല്ല, ഒരു പ്രശ്നമുണ്ട്. മറ്റേ അമ്മാവൻ പറഞ്ഞില്ലേ റീഫണ്ട് കാണത്തില്ലെന്ന്. നിങ്ങൾ തിയേറ്ററിന്റെ കമ്പാർട്ട്മെന്റ് പോയിട്ട് നിങ്ങൾ പൈസ ചോദിച്ചാൽ റീഫണ്ട് ഇല്ല. അടിച്ചതാ, റീഫണ്ട് ഇല്ല. എന്നാ പടം കണ്ടിട്ടേ പോകാൻ പറ്റും. കറണ്ട് പോയി. എന്നാലും മൊത്തത്തിൽ ഒന്നും കാണാൻ വയ്യ. ഡാർക്ക്. പടം സ്റ്റാർട്ടായി. രക്ഷപ്പെട്ട്. പടം സ്റ്റാർട്ടായി. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ളതാ. നസ്ലീനായിരുന്നു. അപ്പൊ ഷാനു പണി തുടങ്ങിക്കോ. ലൈറ്റൊക്കെ ഇപ്പോഴാണ് ഓഫ് ചെയ്യുന്നത്. 5 മിനിറ്റ് ആയി. നല്ല പാട്ടല്ലേടാ? ഊബർ പാട്ട്. ഒരു വൈബുണ്ട്. എന്ത് പറ്റിയടാ? ഒന്നുമില്ല. ഞാൻ അത് കണ്ടതിന്റെ ഒരു ഇതിലായതാ. ആലപ്പുഴ ജിങ്കാന. എന്തോടാ പ്രാർത്ഥിക്കുന്നോ? ഞാൻ കണ്ടോ, ഒരു 1 തന്നെ പഠിക്കാൻ 1 മാസം എടുക്കും. നീ എങ്ങനെ പഠിക്കണേ?
നീയൊക്കെ എത്ര നാളാണ് ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഇന്റർവെൽ അല്ലേ? ഇന്റർവെല്ലും ഉണ്ട്. അപ്പൊ അവിടെ എവിടെയാ ടോയ്ലറ്റ്? അവിടെ. One eternity later. പടം തുടങ്ങിയില്ലേ? വിശക്കുന്നുണ്ടല്ലേ? ഇവിടെ കാണൂടെ എന്തെങ്കിലും? ഹായ്, അതെവിടെ കഫറ്റീരിയ വല്ലതും ഉണ്ടോ? കഫോ? അതായത് സ്നാക്സ് ആയിട്ട് ജ്യൂസ് കുറുക്കുറ വല്ലതും ഉള്ള? ഓ സ്നാക്സാ, അത് അങ്ങോട്ട് പോയാൽ മതി. ആ ഉണ്ടോ? ഓക്കെ. അതാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കഫറ്റീരിയ എന്ന് പറഞ്ഞു. എന്തോടാ അടക്കളേ? ആരുമില്ലേ? കുറുക്കറ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ, നമുക്ക് തന്നെ എടുക്കാം. ഓ ഇങ്ങനെയൊക്കെയാണോടെ വരുന്നേ? ഓ ഞാൻ അങ്ങനെയൊക്കെയാ വരുന്നേ. നിങ്ങൾക്ക് എന്ത് വേണ്ടേ? എന്തോ ഉള്ള ഇവിടെ? ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന കുറുക്കറ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ആരും വരത്തില്ല സാർ, അതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കാറുണ്ട്. എന്നാ പിന്നെ ആ കുറുക്കുറ എടുത്തോ. ഡേറ്റ് ഉള്ള സാധനം തന്നെ മേടിച്ചു വെച്ചേ. ഇങ്ങനെയൊക്കെയാണ് സാർ വെക്കുന്നത്. ഉള്ളതൊക്കെ എടുത്തോണ്ട് പോകാം. അതെ, ഡേറ്റ് ഒക്കെ ഉള്ളതാ. അല്ല ആരും വരുത്തില്ലാന്നൊക്കെ പറയുമ്പോ എത്ര? 20 രൂപയാ. കുടിക്കാൻ വല്ലതും ഉണ്ടോ? കുടിക്കാനൊക്കെ ഉണ്ട്. ഇത് 10 രൂപ, ഇത് 20. ആ 40 ഉള്ളൂ. 40. ആ കറക്റ്റാ. പൈസ കൊടുക്കും, എന്റെ ഇല്ല. ഓസ് എന്നാ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇതോടെ 40 ഇല്ല, എടുത്ത് കൊടുക്ക്. സാധനമൊക്കെ ആയില്ല. ഓക്കെ. വേറെ വല്ല വേണോ? ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഇതൊക്കെ മതി. ശരി എന്നാ അങ്ങോട്ട് പോട്ടെ. വേണ്ടായിരുന്നു. ഇതോടാ തരാലോ. എവിടെയാണ് സീറ്റ്? ഇവിടെ അല്ല, ഞാൻ ഇന്റർവെല് ഇവിടെ കൊള്ളാലും ഇരിക്കാം. അപ്പൊ ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ? ചെറിയ കണ്ടോ, നീ ഇതുപോലെ ഛർദിപ്പിക്കണം എല്ലാം വരെ. കണ്ടോ പൊളി അടിയങ്ങാണ് കിട്ടി. ഇതുപോലെ ഞാൻ ഛർദിക്കേണ്ടി വരും. നീയല്ലേ അവിടെ ബോക്സിങ് പോണെന്ന്. ഇതെന്തോടാ ഭയങ്കര ഇടി വാങ്ങിക്കുമല്ലോ ഇവന്മാരൊക്കെ. ഇതെനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ഓളെ കൂടെ നമ്മളെന്തായാലും പോകും. ഇടിച്ചിട്ടോ? ഓ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഇടിച്ചിടുന്നു. എന്തായാലും നമ്മള് പോകും ബോക്സിങ് പഠിക്കാൻ. എടാടാ നസ്ലി ഇടിച്ചു വിടും തോന്നൂടാ. ഓ എന്തോ ഇടിയാണ് അടിച്ചേ? തല പൊട്ടിപ്പോയടാ. എടാ നസ്ലിന് ഇടി കിട്ടിയടാ. ഇനി ബോക്സിങ് വേണോ? പിന്നെ വേണ്ട, ഓടാൻ കൊണ്ട്. ഓ അന്റെ തലടിച്ചു പൊട്ടിക്കാനല്ലേ? എല്ലാം സെറ്റല്ലേ? പോവല്ലേ? ഓടാ ഈ പടം കണ്ടിട്ട് ഞാൻ ബോക്സിംഗ് പോവായിരിക്കുമല്ലേ? എന്നെ കൊണ്ട് പറ്റത്തില്ല. വാ നമുക്ക് വീട്ടിൽ പോവാം. അവനുള്ള പിന്നെ വല്ലതും കൊടുക്കാം.